നമുക്ക് നോക്കാം ഇന്ന് എങ്ങനെയാണ് ആ പരിപാടി മന്ത്രി മുഹമ്മദ് റിയാസ് സംഘടിപ്പിച്ചത്. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട്. അരുൺ, ഈ റീച്ച് ഉദ്ഘാടനം അത് വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയാണെങ്കിലും അത് നടത്താൻ കഴിഞ്ഞു. ഒരു തരത്തിൽ BJPക്ക് ഒരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഉദ്ഘാടനം? റോഷ്നി, ഒരുപക്ഷെ മന്ത്രിയെ ഈ പരിപാടിയിൽ ക്ഷണിക്കാതിരുന്നതിൽ ഇത്ര മനോഹരമായ ഒരു രാഷ്ട്രീയ മറുപടി മറ്റൊന്നും ഉണ്ടാവില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃത്യമായി ഈ ദേശീയപാത പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യം, കേന്ദ്രത്തിന്റെ അവഗണന, അത് ജനങ്ങളോട് വിശദീകരിക്കാൻ ഇടതുപക്ഷത്തിനും സർക്കാരിനും ഒരു അവസരം ലഭിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് വലിയ റോഡ് ഷോയാണ് സംഘടിപ്പിച്ചതെങ്കിൽ കാസർഗോഡ് നടത്തിയത് ഒരു സമാന്തര ഉദ്ഘാടനം തന്നെയാണ്. കേരളത്തിലെ ദേശീയപാതയുടെ ഒന്നാമത്തെ റീച്ചാണ് തലപ്പാടി മുതൽ ചെങ്കള വരെ വരുന്ന 39 കിലോമീറ്റർ. അത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ തന്നെ ഗതാഗതത്തിനായി തുറന്നു കൊടുത്തതാണ്. ആ പാതയുടെ സമാന്തര ഉദ്ഘാടനം പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്ന അതേ ദിവസം തന്നെ സമാന്തരമായി ഇവിടെ നിർവഹിക്കുകയാണ്. അതിലൂടെ ഒരു രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. ആ കേന്ദ്ര അവഗണനക്കെതിരെ നേരത്തെയും ഇത്തരത്തിലുള്ള പല പദ്ധതികളുമായി ബന്ധപ്പെട്ടും പല ഈ കേന്ദ്രത്തിന് സംസ്ഥാനത്ത് ലഭിക്കേണ്ട ഫണ്ടുകളുമായി ബന്ധപ്പെട്ടും കേന്ദ്രം അവഗണന ഉണ്ടായിട്ടുണ്ട് എന്ന രാഷ്ട്രീയമായിട്ടുള്ള ക്യാമ്പയിൻ CPIM-ഉം ഇടതുപക്ഷവും ഒക്കെ ഏറ്റെടുത്തിരുന്നു. അതിനൊടുവിൽ കേരളത്തിലൊരു നിർണായകമായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇത്തരം ഒരു അവസരം ആ ഇടതുപക്ഷത്തിനും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ലഭിച്ചു. അതിൽ കൃത്യമായ രാഷ്ട്രീയ മറുപടി തന്നെയാണ് നൽകിയത്. ഇന്ന് ഈ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള ആദ്യ റീച്ചിൽ സമാന്തര ഉദ്ഘാടനം നിർവഹിച്ചു. CH കുഞ്ഞമ്പു MLA ആണ് നാട മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം നടത്തിയത്. അതിനുശേഷം പ്രവർത്തകർ ആ ദേശീയപാതയിലൂടെ പ്രകടനമായി പോയി. അതിൽ പ്രധാനമായും ഉയർന്ന മുദ്രാവാക്യം ഇത് തന്നെയാണ്: സ്ഥലം ഏറ്റെടുക്കുന്നത് മുതൽ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്ന പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന്റെ നടപടി അത് പൊതുജനത്തിന് കൃത്യമായിട്ട് അറിയുന്നതാണ്. അതിൽ പിന്നീട് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ അതിൽ വലിയ ഇടപെടൽ നടത്തിയ മന്ത്രി ഒഴിവാക്കുന്നത് അത് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും എന്ന് തന്നെയാണ് ആ പരിപാടിയിലൂടെ അങ്ങനെ ഒരു സന്ദേശമാണ് ഇടതുപക്ഷം എന്തായാലും നൽകിയത്. ആ രീതിയിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വലിയൊരു രാഷ്ട്രീയ മറുപടി, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്ര അവഗണന എന്ന ക്യാമ്പയിൻ വീണ്ടും ഏറ്റെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ പരിപാടി, ഇന്നത്തെ ഈ ഇത്തരത്തിലുള്ള മന്ത്രി ഒഴിവാക്കിയതിലൂടെ കേന്ദ്ര സർക്കാർ നൽകിയത്. മന്ത്രിയെ അവഗണിച്ചപ്പോൾ അതിന് വളരെ പെട്ടെന്ന് തന്നെ ഒരു രാഷ്ട്രീയ മറുപടി ദേശീയപാതയുടെ ആദ്യത്തെ റീച്ച് സമാന്തരമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാനം നൽകുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത്. പ്രധാനമന്ത്രി അടക്കം പങ്കെടുത്ത കേന്ദ്രത്തിന്റെ ഒരു ഉദ്ഘാടനം, സംസ്ഥാനത്തെ BJP നേതാക്കളെല്ലാം ഇപ്പുറത്ത് പൊടിപാറിക്കുമ്പോൾ അപ്പുറത്ത് സമാന്തര ഉദ്ഘാടനവും പൊടിപാറിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ.